വിദ്യാർത്ഥികളെ ഏവർക്കും ട്രൂത്ത് ബോക്സിലേക്ക് സ്വാഗതം. ഈ ഒരു ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക എങ്ങനെയാണ് ഫ്രാക്ഷണൽ ആയിട്ടുള്ള ഒരു നമ്പറിൽ ബൈനറി സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യുക എന്നതിനെ കുറിച്ചാണ്. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന എല്ലാ നമ്പേഴ്സും ബൈനറി നമ്പേഴ്സ് തന്നെയാണ്. അങ്ങനെയുള്ള ഫ്രാക്ഷണൽ ബൈനറി നമ്പേഴ്സിൽ എങ്ങനെ ബൈനറി സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യാം എന്നതാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുക. പ്രിയ വിദ്യാർത്ഥികളെ, പോയ ലെക്ചറിൽ നമ്മൾ എന്താണ് ബൈനറി സബ്ട്രാക്ഷൻ, ആ ബൈനറി സബ്ട്രാക്ഷനിൽ യൂസ് ചെയ്യുന്ന 4 പ്രധാനപ്പെട്ട റൂളുകൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞിരുന്നു. ആ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും ആ ലെക്ചർ കാണുക. സജഷൻ ബോക്സിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ബൈനറി സബ്ട്രാക്ഷൻ നിങ്ങൾ പെർഫോം ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട 4 പ്രധാനപ്പെട്ട റൂൾസ് ഇതാണ്. 0 - 0 is 0, 1 - 1 is 0, 1 - 0 is 1 and 0 - 1. 0ൽ നിന്ന് ഒന്ന് കുറയ്ക്കണമെങ്കിൽ തൊട്ടടുത്ത നമ്പറിൽ നിന്ന് ഒന്ന് ബോറോ ചെയ്യാൻ കഴിയണം. അങ്ങനെ ഒന്ന് ബോറോ ചെയ്യാൻ കഴിയുകയാണ് എങ്കിൽ ഉത്തരം എന്ന് പറയുന്നത് 1 ആയിരിക്കും. So 0 - 1, the result is 1 if and only if we can borrow 1 from the neighboring number. പ്രിയ വിദ്യാർത്ഥികളെ, ഉദാഹരണങ്ങളിലൂടെ നമുക്ക് എങ്ങനെയാണ് ഫ്രാക്ഷണൽ നമ്പേഴ്സിനെ ബൈനറി സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യാം എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പ്രിയ വിദ്യാർത്ഥികളെ, ഉദാഹരണത്തിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്. 111.11 minus 11.11. സോ ഞാനിവിടെ സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യാൻ പോവുകയാണ്. 111.11 മൈനസ് 11.11. സോ ഇവിടെ ഫ്രാക്ഷണൽ പോയിന്റ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ നമ്പേഴ്സ് എഴുതുമ്പോൾ എപ്പോഴും ആ ഫ്രാക്ഷണൽ പോയിന്റ് ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് വേണം നമ്പേഴ്സിനെ എഴുതാനായിട്ട്. സോ 1 - 1 എന്ന് പറയുന്നത് ഉത്തരം 0 ആണ്. 1 - 1 is 0. ഫ്രാക്ഷണൽ പോയിന്റിനെ അതുപോലെ ഇടുക. Then 1 - 1 is 0. 1 - 1 is 0 and finally this one is carried to this position. So final answer എന്ന് പറയുന്നത് 100.00 or simply 100 എന്ന് നമുക്ക് പറയാം. So second exampleലേക്ക് നമ്മൾ കടക്കുകയാണ്. So നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. 100.1 minus 11.01. So ഇവിടെ ഒരു ഫ്രാക്ഷണൽ സബ്ട്രാക്ഷൻ ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ നമ്പറിൽ നമ്മൾ ഒരു ഫ്രാക്ഷണൽ പോയിന്റിനെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ സെക്കൻഡ് പൊസിഷനിൽ ഞാൻ ഇവിടെ ഒരു 0 റെപ്രസെന്റ് ചെയ്യുന്നു. കാരണം രണ്ടാമത്തെ നമ്പറിൽ നമുക്ക് 2 ഫ്രാക്ഷണൽ നമ്പേഴ്സിനെ കാണാനായിട്ട് കഴിയും. സോ ഇനി നോക്കാം, ഇനി നമ്മുടെ സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനെ പെർഫോം ചെയ്യുക. അങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ 0 - 1 എന്ന് പറയുന്നത് നമുക്കറിയാം. 0ൽ നിന്ന് 1 കുറയ്ക്കണമെങ്കിൽ തൊട്ടടുത്ത നമ്പറിൽ നിന്ന് നമുക്ക് 1 ബോറോ ചെയ്യാൻ കഴിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യാൻ കഴിയത്തുള്ളൂ. സോ ഇവിടെ ഈ ഒരു 1നെ ഞാൻ എങ്ങോട്ടേക്ക് ക്യാരി ചെയ്തു, ഇങ്ങോട്ടേക്ക് എനിക്ക് ക്യാരി ചെയ്ത് കൊടുക്കാം. റിമൈൻഡർ ആയിട്ട് ഇവിടെ വരുന്നത് 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 10ൽ നിന്ന് 1 കുറയ്ക്കുകയാണെങ്കിൽ ഉത്തരം എന്ന് പറയുന്നത് 1 ആണ്. സോ നെക്സ്റ്റ് 0 - 0. 0 - 0 is answer is 0 and ഈ ഫ്രാക്ഷണൽ പോയിന്റിനെ അതുപോലെ ഇടാം. അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്. 0ൽ നിന്നാണ് 1 കുറയ്ക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത പൊസിഷനിൽ നിന്ന് ഞാൻ 1നെ ബോറോ ചെയ്യണം. അങ്ങനെ ബോറോ ചെയ്യാൻ നമ്മൾ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെയും 0 തന്നെയാണ്. സോ ഇവിടെ 0 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, തൊട്ടടുത്ത പൊസിഷനിൽ നിന്ന് 1നെ ഇങ്ങോട്ടേക്ക് ക്യാരി ചെയ്ത് കൊണ്ടുവരണം. സോ പ്രിയവിദ്യാർത്ഥികളെ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ 1നെ ഈ പൊസിഷനിലേക്ക് നമുക്ക് ബോറോ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആൻസർ 0 ആയിട്ട് മാറും. ഇനി ശ്രദ്ധിക്കുക, ഇവിടുത്തെ ഇപ്പോഴത്തെ ഉത്തരവ് എന്ന് പറയുന്നത് 10 ആണ്. 10ൽ നിന്ന് വേണം ഇങ്ങോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ, 1നെ ബോറോ ചെയ്യാൻ. 10ൽ നിന്ന് നമ്മൾ 1നെ ബോറോ ചെയ്യുകയാണ് എങ്കിൽ ഇവിടെ നമുക്ക് 1നെ ബോറോ ചെയ്യാം. റിമൈൻഡർ ആയിട്ട് ഇവിടെ വരിക എന്ന് പറയുന്നത് 1 ആയിരിക്കും, 0 അല്ല. കാരണം ഇവിടെ 10 ആണ്. 10ൽ നിന്ന് നമ്മൾ തൊട്ടടുത്ത പൊസിഷനിലേക്ക് 1നെ ബോറോ കൊടുത്തു കഴിഞ്ഞാൽ റിമൈൻഡർ ആയിട്ട് ഇവിടെ വരിക 1 ആയിരിക്കും. സോ ഈ ഒരു പോയിന്റ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. സോ 10ൽ നിന്ന് നമ്മൾ 1നെ ഇനി സബ്ട്രാക്ട് ചെയ്യുകയാണ് എങ്കിൽ ഉത്തരം എന്ന് പറയുന്നത് 1 ആയിരിക്കും. 1 - 1 എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 1.01 ആയിരിക്കും. 1.01. സോ പ്രിയ വിദ്യാർത്ഥികളെ, ഇങ്ങനെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ബൈനറി സബ്ട്രാക്ഷൻ ഒരു ഫ്രാക്ഷണൽ നമ്പറിൽ പ്രസന്റ് ചെയ്യുക. പ്രിയ വിദ്യാർത്ഥികളെ, ഒരു ഉദാഹരണം കൂടെ നമുക്ക് നോക്കാം. അടുത്ത ഉദാഹരണം ഇതാണ്. 100.1 minus 111.011. സോ വിദ്യാർത്ഥികൾ, എപ്പോഴും ഇവിടെ ജസ്റ്റിഫിക്കേഷൻ നമ്മൾ ചെയ്യണം. അതുകൊണ്ട് തന്നെ
ആദ്യത്തെ നമ്പറിന്റെ ഡെസിമൽ പോയിന്റിന് ശേഷം നമുക്ക് 3 നമ്പേഴ്സിനെയും കൂടെ എന്ത് ചെയ്യണം, റെപ്രസെന്റ് ചെയ്തിരിക്കണം. അതുകൊണ്ട് 10000.1 അതിനുശേഷം എനിക്ക് 2 സീറോസും കൂടെ ഞാൻ ഇവിടെ പ്ലേസ് ചെയ്യുകയാണ്. കാരണം രണ്ടാമത്തെ നമ്പറിൽ നമുക്ക് 3 ഫ്രാക്ഷണൽ നമ്പേഴ്സിനെ കാണാം. സോ ഇങ്ങനെ 0 ഇടുന്നതുകൊണ്ട് യാതൊരു ചേഞ്ച് ഇവിടെ വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ സബ്ട്രാക്ഷനെ ഇവിടെ പെർഫോം ചെയ്യാൻ പോവുകയാണ്. 0 - 1. 0ൽ നിന്ന് 1 കുറയ്ക്കണമെങ്കിൽ നമ്മൾ നേരത്തെ റൂളിൽ പറഞ്ഞതുപോലെ ബോറോ ചെയ്യണം തൊട്ടടുത്ത നമ്പറിൽ നിന്ന്. അങ്ങനെ ബോറോ ചെയ്യാനായിട്ട് ഈ പൊസിഷനിലേക്ക് വരുമ്പോൾ ഇവിടെയും എനിക്ക് ബോറോ എടുക്കാനായിട്ട് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇതാ തൊട്ടടുത്ത പൊസിഷനിലേക്ക് വരുന്നു. അവിടെ നമുക്ക് 1നെ കാണാം. ഈ 1നെ ഞാൻ ഈ നമ്പറിലേക്ക് ബോറോ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിട്ട് മാറി. സോ ഈ 10ൽ നിന്ന് വേണം തൊട്ടടുത്ത നമ്പറിലേക്ക് ഇനി ഞാൻ 1നെ ബോറോ കൊടുക്കാൻ. 10ൽ നിന്ന് 1നെ ബോറോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 - 1 ആണ്. 10 - 1 എന്ന് പറയുന്നത് 1 ആണ്. ഈ ഒരു പൊസിഷനിലേക്ക് എനിക്ക് ബോറോയും കൊടുക്കാം. സോ അങ്ങനെയാണെങ്കിൽ 10 - 1 will results in 1. 1 - 1 will results in 0. 0 - 0 will results in 0. സോ ഫ്രാക്ഷണൽ പോയിന്റിനെ അതുപോലെ താഴേക്ക് ഞാൻ റെപ്രസെന്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി നോക്കുക, ഇനിയാണ് 0 - 1 എന്ന് പറയുന്ന അടുത്ത പൊസിഷനിലേക്ക് വരുന്നു. 0 - 1 ചെയ്യണമെങ്കിൽ തൊട്ടടുത്ത പൊസിഷനിൽ നിന്ന് ബോറോ എടുക്കണം. അവിടെ പോയപ്പോൾ അവിടെ 0 ആണ്. വീണ്ടും ഞാൻ ഈ പൊസിഷനിലേക്ക് വരുന്നു. അവിടുന്ന് ബോറോ എടുക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെയും 0. ഈ പൊസിഷനിൽ വരുമ്പോൾ ഇവിടെയും 0 ആണ്. അങ്ങനെയാണെങ്കിൽ അവസാനത്തെ പൊസിഷനിൽ എനിക്ക് 1നെ കാണാം. ആ 1നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ നമ്പറിലേക്ക് ഞാൻ ബോറോ കൊടുക്കുന്നു. ഇവിടുത്തെ വാല്യൂ 0 ആയി മാറി. ഈ 10ൽ നിന്ന് വേണം ഇനി എനിക്ക് 1നെ ബോറോ ചെയ്യാൻ. 10ൽ നിന്ന് 1നെ ബോറോ ചെയ്യുന്ന സമയത്ത് എന്തായിട്ട് മാറും, ഇവിടെ റിമൈൻഡർ എന്ന് പറയുന്നത് ഇവിടെ 1ഉം ഇവിടെ 10 ആയി. ഈ 10ൽ നിന്ന് അഗെയിൻ 1നെ ഇങ്ങോട്ടേക്ക് ബോറോ കൊടുക്കുന്നു. ഇങ്ങോട്ടേക്ക് ബോറോ എടുക്കുമ്പോൾ ഇവിടെയും 1 ആകുന്നു. ഈ പൊസിഷനിൽ ഒന്നും കൂടെ ബോറോ എടുക്കുന്ന സമയത്ത് ഇവിടെയും 1 ആണ്. ഇവിടെ എന്തായിട്ട് മാറുന്നു, 10 ആയിട്ട് മാറി. സോ വിദ്യാർത്ഥികളെ ഇനി നോക്കുക, ഈ 10ൽ നിന്ന് 1 കുറയ്ക്കുകയാണ് എങ്കിൽ 10ൽ നിന്ന് 1 കുറയ്ക്കുകയാണെങ്കിൽ ഉത്തരം 1 ആണ്. 1 - 1 will result in 0. 1 - 1 will result in 0. And 1നെ എനിക്ക് അതുപോലെ താഴേക്ക് എഴുതാനായിട്ട് സാധിക്കും. So the final answer will be 1001.001. സോ വിദ്യാർത്ഥികളെ ഇങ്ങനെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ബൈനറി സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനെ പെർഫോം ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി പറയാൻ പോകുന്ന 3 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ വിലപ്പെട്ട സജഷൻസ് ഞാൻ കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു. ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. സോ ആദ്യത്തെ ചോദ്യം ഇതാണ്, 100.001 മൈനസ് 11.111. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, 111.01 മൈനസ് 10.111. മൂന്നാമത്തെ ചോദ്യം ഇതാണ്, 11.0001 മൈനസ് 1.1111. സോ വിദ്യാർത്ഥികൾ, ഈ തന്നിരിക്കുന്ന 3 നമ്പേഴ്സും ബൈനറി നമ്പേഴ്സ് തന്നെയാണ്. ഈ ബൈനറി നമ്പേഴ്സിനകത്ത് നിങ്ങൾ ബൈനറി സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. നിങ്ങളുടെ ഉത്തരങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും പരിഗണിക്കുക. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. നെക്സ്റ്റ് ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക എങ്ങനെയാണ് ബൈനറി നമ്പർ സിസ്റ്റത്തിൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യുക എന്നതിനെ കുറിച്ചാണ്. സോ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ഏവർക്കും നന്ദി, നമസ്കാരം.